നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ദേശികനാടിൻ്റെ മറ്റൊരു മഹോത്സവത്തിലേക്കാണ് ഇന്ന് ഹരിതസുന്ദരം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കേരള കൗമുദി കൊല്ലത്ത് പീരങ്കി മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ഹരിതം സുന്ദരം സമ്മർ ഫെസ്റ്റിലേക്ക്. ഈ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ജീവപ്രപഞ്ചത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് പീരങ്കി മൈതാനത്ത് കേരള കൗമുദി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 100 മുതൽ 150ഓളം വരുന്ന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ, സ്വകാര്യ സംരംഭകർ, കർഷകർ, വനിതാ കർഷകർ ഇവർ പങ്കാളികളാകുന്ന ഒരു വലിയ മഹോത്സവം. നമുക്കറിയാം, ഓണം വിളവെടുപ്പിൻ്റെ ഉത്സവമാണെങ്കിൽ വിഷു വിതയുടെ ഉത്സവമാണ്. അങ്ങനെ ഒരു വിതക്കാലം ഒരുങ്ങി നിൽക്കുകയാണ്. ഈ വിതക്കാലത്താണ് ഹരിതസുന്ദരം കേരള കൗമുദി സമ്മർ ഫെസ്റ്റ് പീരങ്കി മൈതാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാണാം ഹരിതം സുന്ദരത്തിൻ്റെ കൗതുക കാഴ്ച. മീനവയിലത്രയും മോന്തിക്കുടിച്ച് പീരങ്കി മൈതാനം ചുട്ടുപൊള്ളുകയാണ്. വെയിലൊന്നാറുമ്പോൾ കൊല്ലത്തിന് കാണാൻ കൺമുന്നിൽ ഇതാ മഹോത്സവം. വിസ്മയങ്ങളുടെ ഒരു കൂടാരത്തിലേക്കാണ് ഞങ്ങൾ കയറി ചെന്നത്. 15,000 ചതുരശ്ര അടിവീതമുള്ള മെഗാ കൂടാരങ്ങൾ, ഒക്കെയും കാഴ്ച നിറച്ചുവെക്കുന്ന മഹാച്ചെപ്പുകളാണ്. കൊല്ലത്തിൻ്റെ ജനാവലി ആകെയുണ്ട് ഹരിതസുന്ദരത്തിൻ്റെ സമ്മർ ഫെസ്റ്റിൽ. ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ സർവ്വതും ഇവിടെയുണ്ട് എന്നതാണ് കാര്യം. ഇതാ നോക്കൂ, വരുന്നവരെയൊക്കെയും വരവേൽക്കുന്നത് ആടുരാജാക്കന്മാർ. ആടുകൾ ഇന്ന് സിനിമയിലെ താരങ്ങളെക്കാൾ മുന്നിലാണ്. അത്രയ്ക്കുണ്ട് ആടുവില. ഭാരതത്തിലെ ആടുരാജാക്കന്മാരെ മൊത്തം പ്രദർശനത്തിനെത്തിച്ചത് എടത്വ സ്വദേശി ജൂഡിയാണ്. ആദ്യം കണ്ടത് ജാംന പാരിയെ. ഉത്തർപ്രദേശിലെ യമുന നദീ തീരത്തെ ജനനമാണ് ജാംന പാരിയെ പ്രശസ്തമാക്കിയത്. ഇതാ നോക്കൂ, ഹൻസ, ജാംന പാരിയിലെ സുപ്പീരിയർ ഇനം. ചെവിക്കും തൊക്കിലുമൊക്കെ റോസാപ്പൂവിൻ്റെ വർണ്ണം. ജാംനാപ്പാരിയിൽ ഗുലാബി തുടങ്ങി വിവിധ ഇനങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഹൻസയാണ് താരം. മുഖത്തെ ആ കുഞ്ചിരോമവും തുടയിലെ തൂവെള്ള ചാമരവുമൊക്കെ ആരെയും ആകർഷിക്കും. രാജസ്ഥാനിലെ മരുഭൂമിയാണ് സിരോഹി. മരുഭൂമിയുടെ പേർ ഒരാടിന് നൽകുക. കടുത്ത ഉഷ്ണത്തെയും അതിശൈത്യത്തെയും അതിജീവിക്കുന്ന ഇനമാണ് സിരോഹി. ചെമ്പൻ തവിടിൻ്റെ നിറമുള്ള മേനിയിൽ സ്വർണ്ണവർണ്ണങ്ങൾ വാരി വിതറിയ പോലെ. സിരോഹിക്ക് ചന്തമേറെയാണ്, അതിനൊപ്പം വിലയും കൂടും. പഞ്ചാബിൻ്റെ ആടാണ് ബീറ്റൽ. കരിയിലകൾ പോലും ഭക്ഷണമാക്കുന്നവരാണ് ഇവർ. എന്നാൽ ഹൈദരാബാദിലും ബീറ്റലുണ്ട് എന്ന് പ്രദർശനത്തിൽ കണ്ടു. സ്വാഭാവികമായ കറുപ്പ് നിറം വിട്ട് തവിട്ടിലേക്ക് ചേക്കേറുവാനും ബീറ്റൽ തയ്യാർ. രാജസ്ഥാനിലെ അജ്മീരിൽ നിന്നും ഒരിനം എത്തിയിട്ടുണ്ട്. പേര് അജ്മീരി. ആടുകളുടെ ഭാരത തലസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ അൽവാറിലും അജ്മീരിയിലും ജയ്സൽമീറിലുമൊക്കെ ആടുകളുടെ കേന്ദ്രം തന്നെ. അജ്മീരി ആടുകൾ വിവാഹത്തിന് സ്ത്രീധനമായി നൽകുന്നവരത്രേ. കരോളിയാണ് മറ്റൊരു താരം. സ്വർണ്ണവർണ്ണം ചെവിയുടെ സമാന്തര രേഖകളായി താഴോട്ട് പടരുന്ന ഇനമാണ് കരോളി. മറ്റൊരു കൗതുകം കൂടി കരോളിയിലുണ്ട്. ചെണ്ടയുടെ തോലുണ്ടാക്കാൻ കരോളിയുടെ ചർമ്മമാണത്രേ ഉപയോഗിക്കുക.
കരോളി കഴിഞ്ഞാൽ അടുത്ത താരമായി വന്നു നിൽക്കുന്നത് തോത്താപ്പുരിയാണ്. യവൻ പുലിയാണ് കേട്ടോ എന്ന് ആരും പറഞ്ഞു പോകും. അത്രയ്ക്കുണ്ട് ആ ശൗര്യം. കാഴ്ചയിൽ ഇവൻ ചെറുതെങ്കിലും പൂർണ്ണ വളർച്ചയിൽ 150 കിലോയോളം തൂക്കമെത്തും. കഴുത്തിന് ചുറ്റും വർണ്ണപ്പുള്ളികൾ വാരി വിതച്ച അഴകാണ് തോത്താപ്പുരിയുടെ. ആടുകൂടാരം കടന്നപ്പോൾ ചില സ്റ്റാളുകൾ കണ്ടു. കൃഷിവകുപ്പും ആത്മയും സംയുക്തമായി സംഘടിപ്പിച്ച സ്റ്റാളിൽ പ്രണയപുഷ്പങ്ങൾ കാത്തിരിപ്പുണ്ട്. ഓർക്കിഡുകളാണ് ഇന്ന് പുഷ്പസ്നേഹികളുടെ മനം കവരുന്നത്. മൊക്കോറയും ഫലനോപ്സിസും ഡെൻഡ്രോബിയവുമൊക്കെയായി നീളുന്നുണ്ട് ആ നിര. ഓർക്കിഡ് പുഷ്പങ്ങളെ കണ്ടാൽ പ്രണയികൾ അവിടെ നിൽക്കാതെ തരമില്ല. അത്രയ്ക്കുണ്ട് ആ റൊമാൻറ്റിസം. പ്രണയത്തിൻ്റെ വയലറ്റ് വർണ്ണങ്ങൾ ദളങ്ങളിലാകെ നിറച്ച് അവർ നിരന്നങ്ങനെ നിൽക്കും. ഓർക്കിഡ് പൂക്കൾ വാങ്ങുവാനും ഓർക്കിഡ് വാങ്ങുവാനും കൃഷിയെക്കുറിച്ച് പഠിക്കുവാനും ഇവിടെ തങ്ങുന്ന നിരവധി പേരെ കണ്ടു. ജൈവലോകത്തിൻ്റെ ചലനവും ചന്തവുമാണ് ഇനിയുള്ള സ്റ്റാളുകളിൽ. ഇതാ നോക്കൂ, ഫിഞ്ചുകൾ എന്ന കുഞ്ഞു കുരുവികളാണ്. കാഴ്ചയിൽ നമ്മുടെ തൂക്കണം കുരുവികളോട് സ്ഥാനം. എന്നാൽ ആസ്ട്രേലിയക്കാരാണ് ഫിഞ്ചുകൾ, കുഞ്ഞു കുരുവികൾ. ആ ചന്തവും ചലനവുമൊക്കെ കാണേണ്ടത് തന്നെ. ചടുചലനങ്ങളാണ് ഫിഞ്ചിനെ വ്യത്യസ്തമാക്കിയത്. നന്നായി പ്രജനനം നടത്തിയാൽ ഒന്നാം തരം സംരംഭം കൂടിയാണ് ഫിഞ്ച് വളർത്തൽ. സീബ്ര ഫിഞ്ച്, ബംഗാളി ഫിഞ്ച്, കട്ട്രോട്ട് ഫിഞ്ച് എന്നിങ്ങനെ നീളുന്നു ആ നിര. ബഡ്ജീസുകൾ എന്ന കുഞ്ഞു തത്തകൾക്കും ഇവിടെ സ്ഥാനമുണ്ട്. അവരും ആസ്ട്രേലിയക്കാർ തന്നെ. കവിളിൽ ഇരുപുറവുമായി 3 ജോഡി മറുകുള്ള ഇവരെ ആരും കണ്ടു നിന്നു പോകും. നമ്മൾ പലപ്പോഴും ലവ് ബേർഡ്സ് എന്നാണ് ഇവരെ വിളിക്കാറ്. എന്നാൽ യഥാർത്ഥ ലവ് ബേർഡ്സുകൾ ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ്. ചെറുവാലോടുകൂടി കൊഴുത്തിരിണ്ട കുഞ്ഞു തത്തകളാണ് ആഫ്രിക്കൻ ലവ് ബേർഡുകൾ. ഇതാ ഇവരെ കണ്ടു നോക്കൂ. കേരളത്തിലെ അരുമപ്പക്ഷിപ്രേമികളുടെ പ്രിയ താരമാണ് ആഫ്രിക്കൻ ലവ് ബേർഡുകൾ. ജോഡിക്ക് 4 അക്ക സംഖ്യകളിലാണ് വില തുടങ്ങുന്നത്. സാക്ഷാൽ പ്രണയ കുരുവികളാണിവർ. ആ പ്രണയചേഷ്ടകൾ കാണേണ്ടത് തന്നെ. ഫിഷർ എന്ന സാധാരണ മാതൃക പച്ച നിറത്തിലാണ്. കണ്ണിന് ചുറ്റുമുള്ള വെള്ള വളയങ്ങളാണ് ആഫ്രിക്കൻ ലവ് ബേർഡുകളെ വ്യത്യസ്തരാക്കുന്നത്. കഴുത്തിലേക്ക് പടർന്നിറങ്ങുന്ന ശോണിമ ആരെയും ആകർഷിക്കും. ഇവരിൽ ലുട്ടിനോ എന്ന ജനിതക വ്യതിയാനം വന്ന വിഭാഗമുണ്ട്. പൂർണ്ണ മഞ്ഞ നിറം. എന്നാൽ കഴുത്തിലെ ശോണിമയ്ക്ക് മാറ്റമില്ല. ലുട്ടിനോയും ഫിഷറുമൊക്കെ അങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ വീണ്ടും ജനിതക വ്യതിയാനം വന്ന ചിലർ ഇക്കൂട്ടരിലുണ്ട്. മാസ്ക്ഡ് ലവ് ബേർഡുകൾ എന്നാണ് അവരെ അറിയപ്പെടുക. യഥാർത്ഥ വർണ്ണത്തിൻ്റെ പ്രഭ മറഞ്ഞിരിക്കുന്നു. ജനിതക വ്യതിയാനം വന്ന് ബ്ലൂവും ബ്ലാക്കും ഒക്കെയായി മാസ്ക്ഡിൽ വിവിധ ഇനങ്ങൾ വന്നു നിറഞ്ഞു. സമാധാനത്തിൻ്റെ ദൂതരായ പ്രാവുകളെ ഉപേക്ഷിക്കുക വയ്യ. ഹരിതസുന്ദരത്തിൽ വന്നിറങ്ങിയത് 100ഓളം വിവിധ ഇനങ്ങൾ. മുഖിയും മുദീനയും ഫാൻറ്റയിലുമൊക്കെയായി അവരുടെ നിര നീണ്ടു പോകുന്നുണ്ട്. പൗട്ടറുകളും ട്രംപറ്ററുകളും ഓളുകളുമൊക്കെയായി പ്രാവുകളുടെ എല്ലാ വിഭാഗങ്ങളും പ്രദർശനത്തിലെത്തിയിട്ടുണ്ടെങ്കിലും പഴയകാല താരങ്ങളായ കിങ്ങിനും മുഖിക്കുമൊക്കെയാണ് വിലയേറെ. ആരാധകരും മുഖിയും മുദീനയും കഴുത്തിനു ചുറ്റും വിശരിത്തൂവലുകളുള്ള ജാക്കോബിനുമൊക്കെ വന്നു നിരന്നപ്പോൾ പ്രാവിൻകൂട്ടിൽ ഒരു വർണ്ണപ്രഭ. ഇക്കാലത്ത് എന്തുകൊണ്ടും സാധാരണക്കാരന് വരുമാനമാക്കാവുന്ന കുഞ്ഞു തത്തകളാണ് കൊക്കറ്റീലുകൾ. ഈണത്തിലുള്ള ഇവരുടെ ചൂളംവിളി കാരണം ആരാധകർ നിരവധിയുണ്ട് ഇവർക്ക്.
കവിളിലെ ശോണിമയാർന്ന ആ മറുകാണ് കൊക്കറ്റീലുകളെ വ്യത്യസ്തരാക്കുന്നത്. പ്രണയവും പ്രജനനവുമൊക്കെ കണ്ടു നിൽക്കേണ്ടത് തന്നെ. അധികം വിരുദില്ലാത്ത ആർക്കും ഇവരെ പ്രജനനസജ്ജരാക്കാം എന്നതാണ് മേന്മ. വിലയിലും കുറവില്ല. അതുകൊണ്ട് തന്നെ കൊക്കറ്റീലുകളുടെ കൂടിനു ചുറ്റും ആരാധകരുടെ നീണ്ട നിരയുണ്ട്. വികസന വകുപ്പുകളുടെ സ്റ്റാളുകളിലേക്കായിരുന്നു ഇനി നോട്ടം. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ്, കൃഷി വകുപ്പ്, കൃഷി വകുപ്പിൻ്റെ തന്നെ ജില്ലയിലെ കോട്ടുക്കൽ കൃഷി ഫാം, ക്ഷീരവികസന വകുപ്പ് എന്നുവേണ്ട വനം വകുപ്പും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെയും സ്റ്റാളുകളിൽ ചേക്കേറിയിരിക്കുന്നു. വ്യത്യസ്ത വനവിഭവങ്ങളുമായാണ് വനം വകുപ്പ് സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. കാടിൻ്റെ വിസ്മയം കാണേണ്ടത് തന്നെ. സമഗ്ര പുരയിട കൃഷി മാതൃകകൾ ഒരുക്കിക്കൊണ്ടാണ് മൃഗസംരക്ഷണ വകുപ്പ് സ്റ്റാളുകൾ സൃഷ്ടിച്ചത്. മൃഗസംരക്ഷണ വകുപ്പും ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയുമൊക്കെ ഇക്കുറി രംഗത്തുണ്ട്. ഗ്രാമശ്രീ പുള്ളിക്കോഴികൾ, വീട്ടുമുറ്റത്ത് വീട്ടമ്മമാർക്ക് വളർത്താൻ കഴിയുന്ന ഗ്രാമലക്ഷ്മി കോഴികൾ, BV 380 കോഴികൾ, ഇവയുടെയൊക്കെ നീണ്ട നിര സ്റ്റാളിലുണ്ട്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പ്രത്യേകമായി അവതരിപ്പിച്ച കരിങ്കോഴികളുടെ വലിയ ഒരു കൂട്ടവും പ്രദർശനത്തിലുണ്ട്. ഫിഷറീസ് വകുപ്പാകട്ടെ ഇക്കുറി ഭക്ഷ്യമത്സ്യങ്ങളും വർണ്ണമത്സ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. വർണ്ണമത്സ്യങ്ങളിൽ ഭീമൻ, അരാപ്പൈമ മുതൽ കുഞ്ഞൻ ഗപ്പികൾ വരെയുണ്ട്. നൈൽ നദിയിലെ താരങ്ങളാണ് അരാപ്പൈമ മത്സ്യങ്ങൾ. 15 അടിയോളം നീളത്തിൽ വളരാൻ ഇവർ തയ്യാർ. സ്വർണ്ണ മത്സ്യങ്ങളെ കാണാതിരിക്കുക വയ്യ. 1 ഡസനോളം വ്യത്യസ്ത ഇനങ്ങൾ ഇവരിൽ തന്നെയുണ്ട്. സെലസ്റ്റിയലും പോംപോണും റെഡ് ക്യാപ്പ് പൊറോണ്ടയും ഒക്കെയായി അങ്ങനെ നീളുന്നു ആ നിര. സ്ഫടിക ടാങ്കിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല ഈ സൗന്ദര്യം. തെളിനീരിൽ നീന്തിത്തുടിക്കുന്ന ഈ വർണ്ണലാവണ്യം കണ്ടു നിന്നുപോകും. ജപ്പാനിലെ യമക്കോഷി ഗ്രാമമാണ് കാർപ്പ് മത്സ്യങ്ങളുടെ തറവാട്. മേനിയാകെ മഴവിൽ പൊട്ടുകളുമായി കാർപ്പ് നീന്തി തുടിക്കുമ്പോൾ കണ്ണിൽ ഒരു തേരോട്ടം ഉണ്ടാകാതെ വയ്യ. കണ്ണിന കൊണ്ട് മത്സ്യങ്ങളെ തഴുകി നീന്തുന്ന ആൾക്കൂട്ടം കണ്ടു. ഇനി ഭക്ഷ്യമത്സ്യങ്ങൾ ഇല്ലെന്ന് വേണ്ട, കരിമീൻ തന്നെ താരം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ഒരുക്കിയ സ്റ്റാളിൽ കരിമീനിന് പ്രത്യേക സ്ഥാനം നൽകിയിരിക്കുന്നു. RIS എന്ന പുതിയ സംവിധാനമാണ് ഫിഷറീസ് വകുപ്പ് ഇക്കുറി രംഗത്തിറക്കിയിരിക്കുന്നത്. RIS എന്നാൽ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം. ഭക്ഷ്യമത്സ്യങ്ങളുടെ വിസർജ്യങ്ങൾ അടിയുന്ന ടാങ്കിൽ നിന്നും ജലം ചെറിയ പമ്പുകൾ ഉപയോഗിച്ച് മുകളിൽ കയറ്റി ഗ്രാവൽ ബെഡിലൂടെ അരിച്ചിറക്കി വീണ്ടും ശുദ്ധമായി ടാങ്കിലെത്തിക്കുന്നതാണ് രീതി. ഗ്രാവൽ ബെഡിലാകട്ടെ ചീരയും ബ്രക്കോളിയും തക്കാളിയും വഴുതനയുമൊക്കെ വിളയും. മുകളിൽ പച്ചക്കറി, താഴെ പച്ചമത്സ്യം എന്നതാണ് RISൻ്റെ സങ്കല്പം. അതിൻ്റെ നല്ല ഒരു മാതൃക സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് താനും. അലങ്കാരക്കോഴികളും മയിൽക്കോഴികളും വിലയേറിയ തത്തകളുമായി സ്റ്റാളൊരുക്കിയിരിക്കുന്നത് കോതമംഗലം സ്വദേശി സാനുവാണ്. ഏതാണ്ട് 1000 ചതുരശ്ര അടി നീളമുള്ള സ്റ്റാളിൽ കുഞ്ഞു തത്തകൾ മുതൽ ഭീമൻ മക്ക തത്തകൾ വരെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഫെസന്റുകളാണ് ഏവരെയും ആകർഷിക്കുന്നത്. സുനാമി, ഭൂകമ്പം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കുന്ന പക്ഷികൾ. ആരും മൂക്കത്ത് വിരൽ വെച്ച് നോക്കി നിന്നു പോകും. ഒരു ചെറുകാറ്റിനോട് പോലും പ്രതികരിക്കുന്നവരാണ് ഫെസന്റ് പക്ഷികൾ. ഫെസന്റ് പക്ഷികൾ ഇപ്പോൾ ഭൗമശാസ്ത്രജ്ഞന്മാരുടെ ഉറ്റ തോഴരത്രേ. ഫെസന്റുകളുടെ തലയിൽ ഒരു ചെറിയ മൈക്രോചിപ്പ് ഘടിപ്പിച്ച് കമ്പ്യൂട്ടർ സഹായത്തോടെ പ്രകൃതിയിലുണ്ടാവുന്ന ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ടുപിടിക്കുകയാണ് ഭൗമശാസ്ത്രജ്ഞന്മാരുടെ ജോലി. മുമ്പേ പറക്കുന്ന പക്ഷികളെന്ന് വേണമെങ്കിൽ ഇവരെ വിശേഷിപ്പിക്കാം. ഇവരിലുമുണ്ട് താരങ്ങൾ. ഗോൾഡൻ ഫെസന്റാണ് പ്രധാന ഇനം. സ്വർണവും മഞ്ഞയും ഓറഞ്ചുമൊക്കെ കൂട്ടിക്കലർത്തി മാരിവിൽ മേളം മേനിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. രണ്ട് വർഷം കൊണ്ട് 1 മീറ്ററോളം നീളുന്ന പട്ടുചേല പോലെയുള്ള വാലുകളാണ് ഫെസന്റുകളുടെ പ്രത്യേകത. ഇവരെ നോക്കൂ. ലേഡി ആംകസ് ഫെസന്റ്
ചൈനയിലെ ബ്രിട്ടീഷ് അംബാസഡറായിരുന്ന ആംഗസ്റ്റ് ആണത്രേ സ്വന്തം ഭാര്യയുടെ പേര് ഇവർക്ക് നൽകി ആദരിച്ചത്. മരതകപ്പച്ചയും ലോഹപ്പച്ചയും ശ്യാമരേഖകളുമൊക്കെയുണ്ട് ആ വാലിൽ. സിൽവർ ഫെസന്റ് ആകട്ടെ ശുഭ്രശോഭയുള്ള തൂവലുകളുമായി അങ്ങനെ നിൽക്കും. കണ്ണിന് ചുറ്റും പടരുന്ന ആ ശോണിമയാണ് അഴക്. ഇതാ വരുന്നു മറ്റൊരു താരം, ആഫ്രിക്കൻ ചാരത്തത്തകൾ. ലോകത്ത് ശബ്ദാനുകരണം കൊണ്ട് താരങ്ങളായവരാണ് ആഫ്രിക്കൻ ചാരത്തത്തകൾ. ടെലിഫോൺ മണിനാഥമൊക്കെ നിലച്ചതിന് ശേഷം മണിക്കൂറുകളോളം ഇവർ അനുകരിക്കും. ഇനി യജമാനൻ്റെ മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ നമ്പർ വേണമെങ്കിൽ പറയും. അതുകൊണ്ട് തന്നെ ആർക്കും അത്ര എളുപ്പം മോഷ്ടിച്ചുകൊണ്ട് പോകാനാകില്ല. വിലയാകട്ടെ 5 അക്ക സംഖ്യകളിലാണ് തുടങ്ങുക. ചാറ്ററിൻ ലോറിയെ കണ്ടു നിന്നു പോകും. കാണുന്നവരുടെ കണ്ണിലേക്ക് പടർന്നു കയറുന്ന ആ ചുവന്ന തീഷ്ണതയാണ് മേനിക്ക്. ചാറ്ററിൻ ലോറി പേരുപോലെ തന്നെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. സുപ്രഭാതത്തിൽ കൂട്ടിലേക്കെത്തുന്ന യജമാനന് ഒരു ഗുഡ് മോർണിംഗ് തന്നെ തന്നുവന്നിരിക്കാം. നിറകാഴ്ചകളുടെ സമൃദ്ധി ഒരുക്കി ഹരിതം സുന്ദരം അങ്ങനെ നീളുകയാണ്. ഈ മാസം 10-ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്ത മഹോത്സവം ഏപ്രിൽ 22 വരെ നീളും. തുടങ്ങിയതേയുള്ളൂ. ദേശിംഗനാടിൻ്റെ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു ഹരിതം സുന്ദരം സമ്മർ ഫെസ്റ്റ്. കൊല്ലത്തെ ജനാവലി ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. കാണാനും കേൾക്കാനും അറിയാനുമൊക്കെ അവസരം. ഒപ്പം രുചിയുടെ ഉത്സവങ്ങൾക്ക് കൊടിയേറ്റാൻ കുടുംബശ്രീ മേളയും. മീനും ചിക്കനും കപ്പയും നാടൻ ഉൽപ്പന്നങ്ങളും ഒക്കെയായി കുടുംബശ്രീ വിശാലമായ പവലിയനാണ് ഒരുക്കിയിരിക്കുന്നത്. കുടുംബശ്രീ പവലിയനിൽ വന്നാൽ അല്പം ആഹാരം രുചിക്കാം. കായൽ മത്സ്യങ്ങളുടെ കലവറയും ഇത്തവണ അവർ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു മേന്മ. എന്തായാലും രുചിപ്രേമികളുടെ വലിയ ഒരു നിര തന്നെ ഇവിടെ കണ്ടു. മുളയരി പായസവും പാലടപ്രഥമനുമൊക്കെ നുകർന്നേ ആളുകൾ ഇവിടെ നിന്ന് പോകൂ. എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടികളും ഉണ്ട് എന്നതാണ് ഫെസ്റ്റിൻ്റെ മേന്മ. കൊല്ലത്തിൻ്റെ ആകാശത്ത് ശോണിമയാർന്ന മേഘങ്ങൾ പടരുന്നുണ്ട്. മീനച്ചൂടിൻ്റെ അറുതി എന്നോണം വിഷു എത്താൻ പോകുന്നു. വിഷു എന്നാൽ സമം എന്നാണ് അർത്ഥം. പകലും രാത്രിയും ഒന്നാകുന്ന ദിവസങ്ങൾ. പൊള്ളുന്ന ചൂടിനെ വകവയ്ക്കാതെ കണ്ണിനെയും മനസ്സിനെയും കുളിർപ്പിക്കുന്ന കാഴ്ചകൾ കാണുകയാണ് ജനാവലി. എല്ലാം കണ്ട് കണ്ണിറഞ്ഞ് കാഴ്ചകൾ പകർത്തി ഞങ്ങളും ഇറങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഭാരതത്തിൻ്റെ കാർഷിക പഞ്ചാംഗത്തിൻ്റെ ആദ്യ ദിനം തുടങ്ങുന്ന വിഷു ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. ചവിട്ടുന്നെടുത്ത് ചരിത്രം നിലവിളിക്കുന്ന കൊല്ലത്തെ പീരങ്കി മൈതാനം ഈ സന്ധ്യയിലും നിറഞ്ഞൊഴുകുകയാണ്. മനനിറയെ കാഴ്ചകളും മിഴിനിറയെ കൗതുകങ്ങളും നിറച്ച് ഒരു തളികയിലെന്ന പോലെ മനസ്സ് വെച്ചു കൊടുത്തുകൊണ്ട് പുരുഷാരവം നീങ്ങിക്കൊണ്ടിരിക്കും. പോകുന്നവർക്ക് പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, ഈ ഉത്സവം ഇനിയും വരണേ എന്നത് മാത്രം. നേരാം ഭാവുകങ്ങൾ.